അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് ആഗതമാകാൻ ഒരുപക്ഷെ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസരത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് വളരെ പ്രസക്തമാവുകയാണ്. മാസം കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, മാസം കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക. എന്തുകൊണ്ടാണ് ആ ഹദീസ് ഈ കാലഘട്ടത്തിലും പ്രസക്തമാകുന്നത് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇബാദത്തുകൾ, പ്രത്യേകിച്ച് റമളാനിലെ പല ഇബാദത്തുകളും നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് വഹാബികൾ. സുബഹി ബാങ്ക് വിളിച്ചാലും ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ലെന്ന് പഠിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിച്ച് നമ്മുടെ നോമ്പ് ബാത്തിലാക്കാൻ അവർ നടക്കുകയാണ്. മഗ്രിബ് ബാങ്കാവട്ടെ സമയത്തേക്കാൾ മുമ്പേ ബാങ്ക് വിളിച്ച് നോമ്പ് നഷ്ടപ്പെടുത്തുകയാണ്. ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നന്മകളും എടുത്തു കളഞ്ഞ് അവരെപ്പോലെ പിശാചിന്റെ സന്തതികളായി നമ്മയും മാറ്റാനുള്ള ഗൂഢനീക്കങ്ങൾ വഹാബിസത്തിന്റെയും അവരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന പലരുടെയും കുതന്ത്രങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് എന്തുകൊണ്ട് മാസപ്പിറവി കാണണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വഹാബികളായിട്ടുള്ള ആളുകളെയൊക്കെ അടുത്തിരുത്തിക്കൊണ്ട് നടത്തുന്നൊരു ചർച്ച, ആ ചർച്ച നാം എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് വിഷയങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല. ഇന്ന് റമളാനായാൽ തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി നാം തയ്യാറെടുക്കണം. ആദ്യത്തെ രാവിൽ സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായി ആ 2 സൂറത്തുകൾ പാരായണം ചെയ്യാൻ നാം ഓരോരുത്തരും സമയം കണ്ടെത്തണം. നശ്വരമായ ജീവിതമാണ് നമുക്കുള്ളത്. ഈ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. ഇനിയൊരു റമളാനിൽ ഇതുപോലെ നമുക്ക് കൂടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ റമളാനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന എൻ്റെ കൂട്ടുകാരൻ കൂടിയായിട്ടുള്ള മസ്ഊദ് സഖാഫി ഉസ്താദ് ഈ റമളാനിൽ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വെച്ചു തന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് പകർത്താൻ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ രാത്രിയിൽ ആദ്യത്തെ ദിവസം ചൊല്ലേണ്ട ദിക്റുകൾ മാസം കണ്ടത് മുതൽ നാം ചൊല്ലുക. നിസ്കാരത്തിന്റെ ശേഷമുള്ള ഒരു ദിക്റായി നാം അത് കണക്കാക്കരുത്. നമ്മുടെ നാവിൽ നിന്ന് ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ആ ദിക്റുകൾ നമ്മുടെ നാവിലൂടെ റമളാനിന്റെ ഓരോ മണിക്കൂറുകളിലും ചലിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ചുള്ളിക്കോട് ഉസ്താദിന്റെ പഠനാർഹമായ ആ ചർച്ചയിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സഹോദരന്മാരെ, ഇവിടെ സൈദാലി സാബും അതുപോലെ സക്കരിയ സലഫിയും ഒക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ ചില ഒബ്ജക്ഷനുകൾ മണിഖാൻ സാഹിബിന്റെ ആശയത്തിന് എതിരെ ഉന്നയിച്ചു. ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റില്ല. ഇനി വിസിബിൾ മൂണാണെങ്കിലും ക്രസന്റ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ILDL ഇന്റർനാഷണൽ ലൂണാർ ഡേറ്റ് ലൈൻ ഇത് വെച്ചാൽ പോലും ലോക മുസ്ലിങ്ങൾ ഒന്നായിട്ട് ഒരു ദിവസം പെരുന്നാൾ ആഘോഷിക്കുക, ഒരേ ദിവസം നോമ്പനുഷ്ഠിക്കുക, ഇത് സാധ്യമല്ല എന്നത് മണിഖാൻ സാഹിബ് പറഞ്ഞതിലേറെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിലാണ് സൈദാലി സാഹിബും അതുപോലെ തന്നെ സക്കരിയ സലഫി ഇവിടെ പറഞ്ഞത്. ഞാൻ അതിന്റെ ചില നോട്ട്സ് കൊണ്ടുവന്നിരുന്നു. അവർ ആ കാര്യം ഭംഗിയായി നിർവഹിച്ചതിനാൽ ഞാൻ അത് ഇനി ഇടപെടുന്നില്ല. പിന്നെ ചക്രവാളം ഒന്നേ ഉള്ളൂ എന്ന് എന്റെ തൊട്ടടുത്തിരിക്കുന്ന വിനീത സുഹൃത്ത് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം IDL എന്ന് മനസ്സിലാക്കിയത് PT ഉഷയൊക്കെ ഓടുന്ന റൂട്ടിൽ മൈതാനിയിൽ വരക്കുന്നത് പോലത്തെ ഒരു വരയാണ്. അതുപോലെ ചക്രവാളം 1 എന്നൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്.
ചക്രവാളം ഒരുപാടുണ്ട്. കാരണം ചക്രവാളം എന്നതൊന്നേ ഇല്ല. അത് ഒരു മനുഷ്യൻ ഭൂമിയുടെ സർഫസിൽ എവിടെയാണോ നിലകൊള്ളുന്നത് അവന്റെ തലയും അവന്റെ പാദബിന്ദുവും അവന്റെ ശിരോബിന്ദുവും ഒരു വൃത്തത്തിന്റെ കേന്ദ്രമായി വലിയ വൃത്തം വരച്ചാൽ മൊത്തം പ്രപഞ്ചത്തെ രണ്ടായി പകുക്കുന്ന വൃത്തത്തിനാണ് ദായിറ അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഉഫുക്ക് എന്ന് പറയുന്നു. ഇത് ഉഫുക്കിനെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ് ഒന്നിലധികമുണ്ടോ ഇല്ലേ എന്നുള്ള സംശയം വരുന്നത്. ഏതായാലും പിന്നെ അദ്ദേഹം മറ്റൊരു തെളിവ് പറഞ്ഞു. ലക്ഷദ്വീപിൽ ഡൽഹിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്റെ സുഹൃത്ത് എന്റെ അടുത്ത് പഠിച്ച ആളുമാണ്, അഗത്തിക്കാരൻ സഖാഫി. അദ്ദേഹം പറയുന്നു മിനിക്കോയിൽ മാത്രമാണ് ഡൽഹിയെ അടിസ്ഥാനമാക്കി പെരുന്നാളും നോമ്പും അനുഷ്ഠിക്കുന്നത്. ബാക്കിയുള്ള ദ്വീപുകളിലൊന്നും അങ്ങനെയല്ല. ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ ദ്വീപിൽ അങ്ങനെ അല്ല എന്ന് പറയുകയും. ഇവിടെ ഞാൻ ഒരൊറ്റ കാര്യം ഇനി ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശാസ്ത്രീയമായി തന്നെ നോമ്പ് പെരുന്നാള് ലോകത്ത് ഒന്നായിട്ട് ഒരു ദിവസമാക്കാൻ സാധ്യമല്ല എന്നത് ഖണ്ഡിതമായി പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മേലിൽ നിങ്ങൾ ഇനി അതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുക. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഒരേ സ്ട്രീറ്റിൽ തന്നെ 3 ദിവസം നടത്തുന്നത്, അതിന് പരിഹാരം കാണണം. അതിന് കണക്ക് നല്ലവണ്ണം അറിയുന്ന, കണക്കിന് വേണ്ടി വാദിക്കുന്ന ചെറുപ്പക്കാർ ഖാദിമാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടണം. ഖാദിമാര് മാസം കാണണം എന്ന് വാശി പിടിക്കുന്ന ഖാദിമാരെ സമീപിക്കണം. ഇതാ കണക്ക് പ്രകാരം ഇന്ന സമയത്താണ് കാണാൻ സാധ്യത, നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണം. അതിനുവേണ്ടി ഒരു സംഘടനയുണ്ടാക്കണം. ഖുറൈബിന്റെ ഹദീസ് ഞാൻ അതിന്റെ ടെക്സ്റ്റ് സഹിതം ഇവിടെ കൊണ്ടുവന്നു. ഇബ്നു അബ്ബാസിനെ ഇവിടെ തെറ്റായി നേരത്തെ മണിപ്പാൻ സാഹിബ് ഉദ്ധരിക്കുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ ദിവസത്തെ അതിന്റെ ടെക്സ്റ്റിനെ സംബന്ധിച്ചുള്ള ചില ചർച്ച ഇവിടെ നടന്നു. എന്നാൽ അദ്ദേഹം മാസം കണ്ടത് 2 ദിവസമായതിന്റെ പേരിൽ പെരുന്നാള് 2 ദിവസം തന്നെ ആകണം എന്ന് നിർബന്ധം പിടിച്ച ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഖുറൈബിന്റെ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹ് മുസ്ലിമിലാണ്. പിന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഇത് വാണിജ്യ ആവശ്യങ്ങൾക്കാണ്. കപ്പൽ യാത്രക്കാരൻ ക്ലോക്ക് തിരിച്ചു വെക്കണം. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഉണ്ടാകുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റാൻഡേർഡ് ടൈമുണ്ട്. അതേപോലെ തന്നെ ഓരോ മെറീഡിയൻ അനുസരിച്ചും ലോക്കൽ ടൈമും വ്യത്യാസപ്പെടും. ഒരു സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തിലെ ദ്വാരകയും അതുപോലെ തന്നെ ആസാമിലെ ഡിബുസ്ഗറും തമ്മിലുള്ള സമയവ്യത്യാസം ശരിയായ മെറീഡിയൻ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 2 മണിക്കൂറിലധികം ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും വ്യത്യാസമുണ്ട്. ജുമയുടെ സമയം എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഏതെങ്കിലും പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന്. ളുഹറിന്റെ സമയത്ത് തന്നെയാകണം. ളുഹറിന്റെ മുമ്പ് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ജുമ നിസ്കാരം എന്തായാലും ളുഹറിന്റെ സമയമായിട്ടേ പറ്റൂ. അസറിന്റെ ശേഷം പറ്റുകയുമില്ല. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന് ഇത്രമാത്രം വലിയ ഐക്യത്തിന്റെ താല്പര്യമുണ്ടോ? ഇസ്ലാമിന് ഐക്യത്തിന്റെ താല്പര്യമുള്ള പല വിഷയങ്ങളുണ്ട്. അതേസമയം എല്ലാ കാര്യങ്ങളിലും ഈ ഐക്യം വേണം എന്ന് ഇസ്ലാം പറയുന്നില്ല. ഹജ്ജിനു വേണ്ടി ലോകത്തുള്ള എല്ലാവരെയും അവിടെ കൊണ്ടുവന്ന് പരമാവധി ഏറ്റവും വലിയൊരു ഐക്യ സമ്മേളനം അവിടെ നടത്തുന്നുണ്ട്. അതേസമയം നോമ്പ്, ഇത് നിസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ വ്യത്യാസമാണ്. 2.5 മണിക്കൂറുള്ള സൗദി അറേബ്യയിൽ നമ്മൾ ജുമ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ അസർ ആയതിനു ശേഷമാണ് അവിടെ ജുമ നിസ്കരിക്കുന്നത്. നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇവിടത്തെ ഈ മാനദണ്ഡം അവിടെ പാലിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ നിസ്കാരം തന്നെ ശരിയല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മുടെ ജുമ കഴിഞ്ഞ് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ലണ്ടനിലാണെങ്കിൽ 5.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. സാക്ഷാൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഇപ്പോൾ സമയം രാവിലെ 3 മണിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജുമാ നിസ്കാരവും എല്ലവും കഴിഞ്ഞ് എന്നിട്ടേ അവർക്ക് നേരം പുലരുക തന്നെയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ തെറ്റിദ്ധാരണക്ക് കൂടി മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം ഷാഫിയെ പറ്റിയും മണിപ്പാൻ സാഹിബ് വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഇമാം ഷാഫി ഒരിക്കലും അത്തരം ഒരു ഡേറ്റ് ലൈനിന്റെ വിഷയം തന്നെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു നഗരത്തിൽ ഒന്നിലധികം ജുമുഅ ആവശ്യമില്ലാതെ നടത്തരുത് എന്നാണ്. ആവശ്യത്തിന് അദ്ദേഹം വിശദീകരണം നൽകി. ഒരുപക്ഷെ ഒരേ ടൗണിന്റെ നടുവിലൂടെ പുഴ ഒഴുകുന്നുണ്ട്. ബാഗ്ദാദ് അതിനുള്ള തെളിവാണ്. യൂഫ്രട്ടീസും ടൈഗ്രീസും അവിടെയാണ്. അപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ട് കടക്കാൻ ജനങ്ങൾക്ക് പ്രയാസവും വന്നാൽ അവിടെ ആവശ്യമുണ്ട് ജുമുഅ ഒന്നിലധികം ആകാം. പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകി. പുഴയുണ്ടാകണം എന്ന്
മാത്രമല്ല ആവശ്യം. ജനങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ചു കൂടിയാൽ സംഘർഷമുണ്ടാകും എന്ന ഭയമുണ്ടായാൽ പോലും അവിടെ തഅദ്ദുദുൽ ജുമുഅ ജായിസാണ്. ഈ മാനദണ്ഡം പറഞ്ഞത് ഡേറ്റ് ലൈനെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത് മണിപ്പാൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ശരിയായില്ല എന്ന് ഞാനിവിടെ ഉണർത്തിക്കൊണ്ട്, പിന്നെ നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു അറഫ നോമ്പ് അവിടെ നോക്കുമ്പോൾ നമ്മളിവിടെ നോമ്പ് നോൽക്കാതിരിക്കുന്നത് തീർത്തും അഭികാമ്യമല്ല. ഞാൻ ചോദിക്കട്ടെ, അറഫ നോമ്പ് നമ്മളോട് നോക്കാൻ പറഞ്ഞത് ദുൽഹജ്ജ് 9 അന്നാണ്. ദുൽഹജ്ജ് 9 അന്ന് ഇവിടെയുള്ളവരാ നോമ്പ് നോൽക്കേണ്ടത്, അറഫയിലുള്ള ആളുകൾ നോമ്പ് നോൽക്കേണ്ടതില്ല. അറഫയിലുള്ള ആളുകൾക്ക് അവരുടെ ദുൽഹജ്ജ് 9 അവർ അറഫയിൽ നിൽക്കണം. നമ്മളാണെങ്കിലോ ഇവിടെ നമ്മുടെ ദുൽഹജ്ജ് 9 അന്ന് നോമ്പ് നോൽക്കുകയും വേണം. അവർ പിറ്റേന്ന് പെരുന്നാളാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് അതൊന്നും പ്രയാസമില്ല. ഉള്ളതുപോലെ നടന്ന് 4 മദ്ഹബിലെയും പണ്ഡിതന്മാരുടെ വ്യക്തമായ രേഖകൾ എന്റെ കഴിയിലുണ്ട്. സമയം പാലിക്കുക എന്നതാണ് സദസ്സ് മനസ്സിലാക്കുന്ന ഒരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യത എന്ന് മനസ്സിലാക്കി ആ പണ്ഡിത റിപ്പോർട്ടുകളൊക്കെ ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. എടുക്കാൻ പറ്റിയ മുഴുവൻ പണ്ഡിതന്മാരും അവരൊക്കെ പറഞ്ഞത് ഇഖ്തിലാഫുൽ മത്താലിഅ് ബാധകമാണ്. കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാസം പ്രഖ്യാപിക്കാവൂ. ഏറ്റവും ചുരുങ്ങിയതിൽ അവസാനമായി ഇബ്നു തൈമിയ്യ പറയുന്ന ഒരു വരി മാത്രം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫതാവയുടെ 25-ാം വാള്യത്തിൽ അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. ഫഇദാ ഷഹിദ ഷാഹിദുൻ ലൈലത്ത 30 മിൻ ശഅബാന അന്നഹു റആഹു ബിമക്കാനിൻ. ഞാൻ ഇന്നാലിന്ന നിങ്ങൾ അഹമ്മദിനെ കണ്ടിരുന്നോ? ഞാൻ ഇപ്പോൾ അവിടെ ആ സുന്നി പള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയുടെ സമീപത്ത് കണ്ടിരുന്നു എന്ന് പറയാൻ ലഫ്ള് ഉപയോഗിക്കല് റആ തന്നെ. ഇവിടെ ഇബ്നു തൈമിയ്യ പറയുന്നു അന്നഹു റആഹു ബിമക്കാനിൻ മിനൽ അംകിനത്തി ഖരീബിൻ ഔ ബഈദിൻ വജബ സൗമു. കാണലിനെയാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത് എന്ന് ഇത്രയും ശക്തിയായി വാദിച്ച ഒരു പണ്ഡിതൻ ഇബ്നു തൈമിയ്യയെ പോലെ കാണാനില്ല. അതുകൊണ്ട് കൂടുതൽ പണ്ഡിതന്മാരും കൂടുതൽ ജനങ്ങളും ഈ ഒരു ശൈലി സ്വീകരിക്കുന്നു എങ്കിൽ അതിനെ പിന്തുണച്ച് വൈകാരികമായ ഒരു മുസ്ലിം ഐക്യം എന്ന ആശയം തൽക്കാലം കൂടുതൽ പഠനം കഴിയുന്നതുവരെ തന്നെയെങ്കിലും മാറ്റി നിർത്തണം എന്നുണർത്തി ഇത്തരം സംരംഭങ്ങൾക്ക് വേദിയൊരുക്കിയവർക്ക് നന്ദി രേഖപ്പെടുത്തി വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധമായ റമദാൻ വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. നാളെ ഇശാ നമസ്കാരത്തിന് ശേഷം തറാവീഹ് നിസ്കരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരവസ്ഥയിലാണ്. കാരണം ചന്ദ്രൻ അസ്തമിക്കാൻ 1 മണിക്കൂറും 20 മിനിറ്റും സമയം ബാക്കിയുണ്ട്. സാധാരണഗതിയിൽ സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ അസ്തമിക്കാൻ ഒരു 40 മിനിറ്റ് ബാക്കിയുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ കേരളക്കരയിൽ മാസം കാണാറാണ് പതിവ്. അതനുസരിച്ച് നോക്കുമ്പോൾ ഒരു 90% നാളെ തറാവീഹ് നിസ്കരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത്രത്തോളം നമ്മുടെ റമദാൻ മാസം നമ്മുടെ സമീപത്തെത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാം. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി ശഅബാൻ. ശഅബാനിന്റെ അവസാന നിമിഷത്തിൽ നബി തങ്ങൾ ഞങ്ങളോട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അയ്യുഹന്നാസ് ഖദ് അദല്ലകും ശഹ്റുൻ അദീം ശഹ്റുൻ മുബാറക് ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്റിൻ جعل الله صيامه فريضة وقيام ليله تطوعا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് ശഅബാനിന്റെ അവസാന നിമിഷം വന്നപ്പോൾ ഒരു പ്രഭാഷണം നടത്തി. അതിലെ കാര്യമായ വിഷയം വിശുദ്ധമായ റമദാനായിരുന്നു. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അദല്ലകും ശഹ്റുൻ അലീം, നിങ്ങൾക്കിതാ സുന്ദരമായ ഒരു മാസം വന്നണയാൻ പോവുകയാണ്. ശഹ്റുൻ മുബാറക്, നല്ല അനുഗ്രഹീതമായ ബറക്കത്തുള്ള മാസം. ജഅലല്ലാഹു സിയാമഹു ഫരീളതൻ വഖിയാമ ലൈലിഹി തതവ്വുഅ. ആ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതര മാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല വേറിട്ട്
രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അതിലൊന്ന് ഫറദായ കാര്യം, മറ്റൊന്ന് സുന്നത്തായ കാര്യം. ഫറദായത് അതിന്റെ പകൽ സമയത്തുള്ള നോമ്പ്, സുന്നത്തായത് രാത്രിയിലുള്ള തറാവീഹ് നിസ്കാരമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാനിൽ മാത്രമാണ് നമുക്ക് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്. നമ്മളെല്ലാ ദിവസവും 5 വക്ത് നിസ്കരിക്കാൻ നിർബന്ധമായ ആളുകളാണ്. സക്കാത്ത് കൊടുക്കേണ്ട വിവിധമായ മേഖലകളുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഹജ്ജ്, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഹജ്ജ്. എന്നാൽ ഓരോ വർഷത്തിലും വിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് നിർബന്ധമായ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സുന്നത്തായ വേറെ ഒരു കാര്യവുമുണ്ട്. ഇത് മാത്രമാണ് റമദാനിൽ ഇതര മാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായി അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. ഒന്ന് ഫർളാണ്, അത് പകലിലുള്ള നോമ്പാണ്. മറ്റൊന്ന് ഐച്ഛികമാണ് അഥവാ സുന്നത്താണ്, അത് രാത്രിയിലുള്ള തറാവീഹ് നമസ്കാരമാണ്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, ഈ റമദാനിന്റെ മഹത്വമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള ഈ നോമ്പും തറാവീഹ് നിസ്കാരവും ഒന്നൊഴിയാതെ എൻ്റെ ജീവിതത്തിൽ വളരെ നിഷ്ഠയോടുകൂടെ ഞാനത് പുലർത്തിപ്പോരുമെന്ന പ്രതിജ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സഹീഹായ ഹദീസ്, ആ ഹദീസില് നോമ്പിന്റെ ശ്രേഷ്ഠതയായാലും തറാവീഹിന്റെ ശ്രേഷ്ഠതയായാലും ഒരുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒന്ന് ഫർളാണ്, മറ്റൊന്ന് സുന്നത്താണ്. ഒന്ന് പകലിലാണ്, മറ്റൊന്ന് രാത്രിയിലാണ്. പക്ഷെ ഈ രണ്ട് അമലിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരുപോലെയാണ്. മൻ സ്വാമ റമളാന, ഒരു ഹദീസ് തുടങ്ങുന്നത് അങ്ങനെയാണ്, റമളാൻ മാസത്തിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു. വേറെ ഹദീസ് മൻ ഖാമ റമളാന, ഒരാൾ തറാവീഹ് നിസ്കരിച്ചു. ബാക്കിയുള്ള ഭാഗം രണ്ട് ഹദീസിന്റേതും ഒരുപോലെയാണ്. ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പകൽ സമയത്ത് നോമ്പനുഷ്ഠിച്ചാലും രാത്രിയിൽ തറാവീഹ് നിസ്കരിച്ചാലും അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ അത് കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ ഈ ജീവിതത്തിൽ ഈ വിശുദ്ധമായ റമദാൻ വന്ന് നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോ ഒരു മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ പര്യാപ്തമായ രണ്ട് ഇബാദത്തുകൾ സമ്മാനിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഈ റമദാനിനെ പ്രിയപ്പെട്ടവരെ ശഅബാനിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് റമദാനിന്റെ 1 മുതൽ 30 ദിവസങ്ങളിലും ഒരു ദിവസം പോലും തറാവീഹ് ഒഴിയാതെ നിസ്കരിക്കണമെന്ന കൃത്യമായ ഒരു ബോധവും ഒരു പ്രതിജ്ഞയും എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾക്കുണ്ടാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ റമദാൻ വന്ന് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞന്റെ മനസ്സ് പോലെ നിഷ്കളങ്കമായ, നല്ല പൂർണ്ണമായും ശുദ്ധി വരുത്തിയ ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ആ അർത്ഥത്തിൽ ഈ റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മിലുണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ അദ്ദാ ഖസ്ലതൻ, ആരെങ്കിലും ഈ മാസത്തിൽ ഒരു സുന്നത്തായ ഒരു കാര്യം ചെയ്താൽ കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ, മറ്റുള്ള മാസങ്ങളിൽ ഒരു ഫർള് അനുഷ്ഠിച്ചതിന് തുല്യമാണ്. ومن أدى فريضة فيه كمن كان أدى 70 فريضة فيما سواه.
ആരെങ്കിലും ഒരാൾ ഒരു ഫർള് നിസ്കരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അത് ഒരു ഫർളായ കാര്യം ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ 70 ഫർള് ചെയ്തതുപോലെ, ഒരു സുന്നത്തായ കർമ്മം ചെയ്താൽ 70 സുന്നത്ത് ചെയ്തത് ഒരു ഫർള് ചെയ്തതുപോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു ഫർളും ഒരു സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ 70 ഇരട്ടിയാണ്. അഥവാ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വേറെ ഒരു ഹദീസിലുണ്ട്, സുന്നത്തായ ഒരു കാര്യം 70 പ്രാവശ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലിയാണ് ഒരു ഫർളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ ഈ മാസത്തിന്റെ പ്രത്യേകതയായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, റമദാൻ മാസത്തിൽ നിങ്ങൾ ഒരു സുന്നത്ത് ചെയ്യുമ്പോൾ അതിന് ഫർളിന്റെ കൂലി രേഖപ്പെടുത്തുകയാണ്. ഒരു ഫർള് ചെയ്യുമ്പോൾ അതിന് 70 ഫർളിന്റെ കൂലിയുണ്ട്. ആ മനുഷ്യന്റെ മാനസികമായ ഇഖ്ലാസ് പോലെ പ്രിയപ്പെട്ടവരെ പിന്നെയും അതിന്റെ പ്രതിഫലം കൂടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവ്വലുഹു റഹ്മ, അതിന്റെ ആദ്യ ഭാഗം കാരുണ്യത്തിന്റെ 10, വൗസതുഹു മഗ്ഫിറ, അതിന്റെ മധ്യഭാഗം മഗ്ഫിറത്തിന്റെ 10, വാഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തേത് നരകത്തിൽ നിന്ന് മോചനം തേടാനുള്ള 10. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലോകത്താകമാനം മക്കയിലും മദീനയിലും അടക്കമുള്ള ഇരു ഹറമുകളിൽ പ്രിയപ്പെട്ടവരെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നാൾക്കുനാൾ നമ്മുടെ മഹാന്മാരായ ഉലമാ, സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ആ പാരമ്പര്യത്തിൽ തന്നെ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം വിശുദ്ധമായ ഖുർആൻ ഓതി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ടെന്ന് പറയേണ്ടതില്ല. എത്ര വലിയ തിരക്ക് പിടിച്ച സമയമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പക്ഷേ കച്ചവടക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സാമ്പത്തികമായ ലാഭങ്ങൾ കൊഴുതെടുക്കാൻ പറ്റുന്ന സമയമായിരിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ നിർത്തൽ ചെയ്ത് അതിന് ബദൽ സംവിധാനങ്ങളും സമയങ്ങളും ഒക്കെ കണ്ടെത്തി തറാവീഹ് നിസ്കാരം കൃത്യമായ സമയത്ത് നിർവഹിക്കണമെന്ന നിർബന്ധം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം. നമുക്ക് കൂടുതൽ സമയം നാം താമസിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുത്ത് സാധാരണ നിലയിൽ തന്നെ ഒരു 15 മിനിറ്റ് തന്നെ സമയം സാധാരണ നമ്മൾ പിന്തിപ്പിക്കാറുള്ളത് പോലെ തന്നെ ആ 15 മിനിറ്റ് സമയം കൊടുത്ത് പിന്നീട് നേരെ ഇശാ നിസ്കാരവും തറാവീഹ് നിസ്കാരവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ഒട്ടും നമ്മൾ താമസിപ്പിക്കാൻ കരുതുന്നില്ല. ആ നിലയിൽ നിങ്ങളെല്ലാവരും അതിന് നേരത്തെ തന്നെ സന്നിഹിതരാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും റമദാനിനോട് അനുബന്ധിച്ച് ദുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ 30 മണിക്കൂറോ ഒക്കെ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും മുമ്പുമായി ബന്ധപ്പെട്ട മസലകളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്ത് എല്ലാ ദിവസവും ദുഹർ നിസ്കാരാനന്തരം ഇതുപോലെയുള്ള പഠന ക്ലാസ് ഉണ്ടായിരിക്കും. അതിലൊക്കെ നിങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൽ ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് പഠിക്കാനുള്ള സുവർണാവസരങ്ങളാണ്. നോമ്പ് അനുഷ്ഠിച്ച് പള്ളിയിൽ, അതും ഇൽമിന്റെ ഒരു സദസ്സ്, മരിക്കാൻ പോകുന്ന ഒരു സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചു, ഞാൻ മരിക്കും, എൻ്റെ ആരോഗ്യനില അത്രയും ഗുരുതരമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട്, ഈ സമയത്ത് മരണത്തിന് മുമ്പ് എനിക്ക് നല്ല ഒരു അമല് നിങ്ങൾ പറഞ്ഞു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് നിങ്ങൾ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തുകൊള്ളുക എന്നാണ്. കാരണം ഇൽമിന്റെ സദസ്സ് എന്ന് പറയുന്നത് അത് സ്വർഗപുംഖാവനമാണ്. അല്ലാഹുവിന്റെ റസൂൽ 2 സ്വർഗത്തെ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയപ്പോൾ, ഒന്ന് മാ ബൈന ഖബ്രി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, നബി തങ്ങൾ ഖുത്ബയോദിയ അവിടെ നന്ദി വിശ്രമം കൊള്ളുന്ന വളരെ മീറ്ററുകളിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ദുനിയാവിലെ ഒരു സ്വർഗം. രണ്ടാമത്തെ സ്വർഗമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമു പറയുന്ന സദസ്സാണ്. അത് നോമ്പനുഷ്ഠിച്ചിട്ട് ഇഅ്തികാഫിന്റെ നിയ്യത്തും ചെയ്ത് പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇൽമിന്റെ മജ്ലിസ്, അൽഹംദുലില്ലാഹ്, അത് വളരെ നോമ്പനുഷ്ഠിച്ച് നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല ഒരു സുഹൃതമാണ്. പ്രിയപ്പെട്ടവരെ, ഇൽമു കേൾക്കുക, അത് പറയുക എന്നത് പരമാവധി അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ഞായറാഴ്ചകളിലും കഴിഞ്ഞ വർഷം നടന്നതുപോലെ ഇൻഷാ അല്ലാഹ് ഒരു 9:30 മണിക്ക് തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് കൂടി ഭാഗവത്താകാൻ പറ്റുന്ന വിധത്തിൽ 9:30 മണിക്ക് നമ്മുടെ പഠന ക്ലാസ് ആരംഭിച്ച്
ഒരു 11:30 മണിയാകുമ്പോൾ അത് തീർക്കുന്ന വിധത്തിൽ അതിന് സമാപ്തി കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും സ്ത്രീകൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധയിൽ അത് ഇരിക്കട്ടെ. എല്ലാ ഉമ്മമാരെയും അത് അറിയിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകമായി കമ്മിറ്റി അറിയിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് പറയുന്നത്. ജമാഅത്തിലേക്ക് അംഗങ്ങൾ നൽകി വരുന്ന മാസവരി, മൗലൂദ് വരി, സംഭാവനകൾ, അതിൻ്റെയൊക്കെ രസീത് നിങ്ങളെല്ലാവരും വാങ്ങിക്കണം. പ്രത്യേകമായി പറയാനുള്ള കാരണം, ഗൂഗിൾ പേ ചെയ്യുന്ന ആളുകൾ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതങ്ങ് ചെയ്തു പോകും. പിന്നെ അതിൻ്റെ രസീത് വാങ്ങാറില്ല. അപ്പോൾ ഏത് വിധത്തിലുള്ള സംഭാവനകൾ നിങ്ങൾ നൽകുമ്പോഴും അതിൻ്റെ രസീത് പ്രത്യേകമായി നിങ്ങളെല്ലാവരും വാങ്ങിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ തറാവീഹ് നിസ്കാരം ആരംഭിക്കണം. കഴിഞ്ഞ വർഷം 9 മണിക്ക് ഇശാ നിസ്കരിച്ചിട്ട് പിന്നെ അതിന് ശേഷം തറാവീഹ് ആരംഭിക്കുക എന്ന് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പതിവ് പോലെ ഇശാ നിസ്കരിച്ചിട്ട് ഒരു 15 മിനിറ്റ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഉണ്ടാവും. അതിന് ശേഷം ബാക്കി അതിൻ്റെ മുറ പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. 8:30 നമ്മുടെ കാര്യങ്ങൾ ആരംഭിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നൽകുന്ന സംഭാവന അതാത് വരിക്കാരെയോ അല്ലെങ്കിൽ ജമാഅത്ത് ഭാരവാഹികളെയോ നേരിട്ട് ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഉംറക്ക് പോകുന്ന ഒരു ഫാമിലി, അബ്ദുർ റഹീം കൂട്ടി, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉംറക്ക് പോകുന്നു. പ്രത്യേകമായി ദ്വാരക്കണമെന്ന് പറഞ്ഞ് ക്യാൻറ്റീനിലേക്ക് 1000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അവർക്ക് ഉംറ ചെയ്യാനുള്ള എല്ലാ വഴിയും അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ആരോഗ്യപരമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, അവരുടെ യാത്രയെ നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ അവർ നൽകിയ സംഭാവനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ അവർ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ഈ സമയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടിത്തരണേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. വിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അതിൻ്റെ രാപ്പകലുകളെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ചെയ്യുന്ന അമലുകളിലൊക്കെയും നീ ഇഖ്ലാസ് നൽകണേ അല്ലാഹുവേ, ഞങ്ങളുടെ ജമാഅത്തിന് നീ പുരോഗതി വരുത്തണേ റഹ്മാനെ. നീ നൽകിയതിലും നൽകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ദറജയെ നീ ഉയർത്തണേ റഹ്മാനെ. ആരെങ്കിലും അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ കാരണമായി വല്ല ശിക്ഷയും അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹുവേ, ഈ മാത്തായ മജ്‌ലിസിന്റെ ദുആയുടെ സമയത്തിന്റെ ബറക്കത്തുകൊണ്ട് അവരുടെ അദാബുകളെ നീ ഉയർത്തിക്കളയണേ റഹ്മാനെ. അവർക്ക് സൗഖ്യം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.